കേരളവും ഗൾഫ് നാടുകളും തമ്മിൽ നൂറ്റാണ്ടുകളുടെ ബന്ധങ്ങളുണ്ടെങ്കിലും ഗൾഫിലെയും കേരളത്തിലെയും സംഗീതവും കലയും നാടോടി നൃത്തങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം ഇപ്പോഴും നാം മനസ്സിലാക്കിയിട്ടില്ല. ഗൾഫ് നാടുകളിൽ അയ്യാല, നിഷാദ്, മഹൽ തുടങ്ങിയ നൃത്തങ്ങൾ കേരളത്തിലെ പല നാടോടിക്കളികളുമായി വട്ടപ്പാട്ട്, കൈകൊട്ടിക്കളി, കിളിത്തട്ട് കളി, അതേപോലെ നാട്ടിലെ ഒപ്പന തുടങ്ങിയവയെ സംബന്ധിച്ച് നിരവധി ബന്ധങ്ങളുണ്ട്. അപ്പം നമ്മുടെ കാലത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് പോയവരിൽ നിന്ന് കിട്ടിയ ബദർപാട്ടുകളിലെ കേസറ്റുകൾ ഗൾഫ് നാടുകളിലുള്ള പല ഗാനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ കാണുന്ന അർബനമുട്ട്, ഈ അർബനമുട്ടിൻ്റെ അതേ രീതിയിലുള്ള ഒരു കളിയാണ് നെഹൽ. ഈ അർബനമുട്ടും നെഹലും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടു, എങ്ങനെ ഇത്രത്തോളം സാമ്യതയും അത് തമ്മിലുള്ള ബന്ധങ്ങളും ഉണ്ടായി എന്നത് സംബന്ധിച്ച് നമ്മൾ പഠനം നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അയ്യാല കളി നമ്മുടെ പഴയ കാലങ്ങളിൽ ഇവിടെ ചൂരൽ വീശിക്കൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന കളിയാണ്. ഇത് ഗൾഫ് നാടുകളിൽ വാളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ പ്രകാരം തന്നെയാണ് ദബ്ബുമുട്ട് അറബ് നാടുകളിൽ നിന്ന് കേരളത്തിലെത്തിയതാണെങ്കിലും കേരളത്തിലെ ധാരാളം പരിഷ്കരിച്ച് മറ്റൊരു രൂപഭേദങ്ങളുണ്ടെങ്കിലും ഗൾഫിലെയും അറബ് നാടുകളിലെയും ദബ്ബുമുട്ടുകൾ തമ്മിൽ പരസ്പരം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ചരിത്രകാരന്മാർ, കേരളത്തിലെ ചരിത്ര വിദ്യാർത്ഥികൾ ഗൗരവമായി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഇത് സംബന്ധിച്ച് ഇപ്പം ഡോക്ടർ MGS നാരായണൻ ഇത് സംബന്ധിച്ച് പഠനം നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ പല കലകളും അറബ് നാടുകളിൽ ചെന്ന് എത്തിയിട്ടുണ്ട്. അറബ് ഗൾഫ് സന്ദർശിച്ച അദ്ദേഹം പല അതേ തനിമ, കേരളീയത പല കളികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് ബന്ധങ്ങൾ എത്തിയത്? നൂറ്റാണ്ടുകളോടുകൂടി നമ്മൾ അറബ് നാടുകളിൽ ഇവിടെ കച്ചവടത്തിന് വേണ്ടി വന്നതാണെങ്കിലും നമ്മുടെ സംസ്കാരത്തിൽ ഒരു ഇടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കായിക രംഗത്ത് ഒരു ഇടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടും സംഗീത മേഖലയ്ക്ക് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അറബ് നാടുകളിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു കച്ചവടം ബന്ധങ്ങൾ മാത്രമായിട്ടില്ല, സാംസ്കാരികമായ ഒരു ബന്ധങ്ങളാണ് ഈ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പല കളികളും എടുത്ത് പരിശോധിക്കാൻ സാധിക്കും. ഈ കളികളുടെയും അതുപോലെ തന്നെ മാർഗം കളിക്ക് അതേപോലെ സാമ്യതയുള്ള ഒരു കളി നമുക്ക് ഗൾഫ് നാടുകളിൽ കാണാൻ സാധിക്കും. ഇത് മെൽഹൽ എന്നാണ് ഈ കളിക്ക് പറയുന്നത്. ഇതേമാതിരിയുള്ള അവിടുത്തെ യുവതികൾ വളരെയധികം വർണ്ണ പൊലിമയോടുകൂടി കല്യാണങ്ങളിലും മറ്റ് ആഘോഷങ്ങളിലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന കളിയാണ് ഈ മെൽഹൽ. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മുടെ ഇനിയെങ്കിലും നമ്മുടെ നൂറ്റാണ്ടുകളുടെ ബന്ധങ്ങളുണ്ട്, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്, സാംസ്കാരിക സുബന്ധമുണ്ട് എന്ന് പറയുന്നതോടൊപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളായി മാറിയ, നമ്മുടെ കലയുടെ ഭാഗങ്ങളായി മാറിയ ഇന്ത്യയും അറബ് നാടുകളിലുള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ പഠനം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ കേരളത്തിലെ സാംസ്കാരിക സംഘടനകൾ, ഇവിടുത്തെ കലാരംഗങ്ങൾ, സാംസ്കാരിക വകുപ്പ് രൂപം നൽകേണ്ടതുണ്ട്.